സോറി മിത്ര, ഞാൻ സേറ എന്ത് പറയണമെന്ന് അറിയാതെയിരുന്നു. എന്താടി നിന്റെ പ്രശ്നം? മിത്ര സംശയത്തോടെ ചോദിച്ചു. കാലിനൊരു ഐസ്ക്രീം മുഴുവൻ കഴിച്ചടി. എൻ്റെ ദേഹം മുഴുവൻ നനച്ചു, കണ്ടില്ലേ? അവൾ ഇട്ടിരുന്ന ബനിയൻ നനഞ്ഞത് കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. നിന്നോട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞതാണോ വെറുതെ അങ്ങോട്ട് പോയി പണി ഇരന്ന് വാങ്ങരുതെന്ന്? മിത്ര പറഞ്ഞതും അവൾ ദയനീയമായി മിത്രയെ നോക്കി. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങേരൻ്റെ ഐസ്ക്രീം തീർത്തു. ആ ബോട്ടിലിൽ ഒരു തുള്ളി പോലും വെച്ചില്ല. എൻ്റെ ദേഹം മുഴുവനാക്കി വെച്ചു. എനിക്ക് എല്ലായിടും അങ്ങ് ഒട്ടുവാ. ഞാൻ പോയൊന്ന് കുളിച്ചിട്ട് വരാം. അവൾ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് അലമാരിയുടെ അടുത്തേക്ക് നടന്നു. പിന്നെ അവിടുന്ന് ഒരു ജോഡി ഡ്രസ്സ് എടുത്തുകൊണ്ട് മിത്രയെ നോക്കി. നീ ഇവിടെ ഇരിക്ക്, ഞാൻ ഇപ്പം വരാം. ഒരു നേരം മാത്രം കുളിച്ചുകൊണ്ടിരുന്ന ഞാനാ ഇപ്പം നോക്കിക്കേ 2 നേരമായി. ഇനിയിപ്പോൾ വൈകിട്ടും കുളിക്കണ്ടേ? അപ്പം 3 നേരം. എൻ്റെ മാതാവേ, ഹൊറിബിൾ. അവൻ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞതും മിത്ര ചിരിച്ചു. അവള് ഡ്രസ്സുമായിട്ട് ബാത്റൂമിലേക്ക് കയറി അവൾ വാഷ് ബേസിന്റെ മുൻപിൽ ചെന്ന് നിന്നുകൊണ്ട് കഴുത്തിലേക്ക് നോക്കി. അവിടെ ഇവിടെയായി തടിച്ച് ചുവന്ന പാടുകളിലൂടെ അവളൊന്ന് വിരലൊടിച്ചു. ദുഷ്ടൻ, തെണ്ടി, പട്ടി ഇച്ചായൻ, കണ്ടില്ലേ കടിച്ചു പറിച്ചു വെച്ചിരിക്കുന്നത്? ഇങ്ങനെ കടിക്കും ഉമ്മ വെക്കും, പിന്നെയും കടിക്കും ഉമ്മ വെക്കും. തെണ്ടി, പക പോക്കുവാണോ അതോ സ്നേഹിക്കുവാണോ? ഒന്നും അറിയാൻ മേല. അവൾ അവിടെ വിരലുകൾ കൊണ്ട് തഴുകി പറഞ്ഞു. അവളുടെ ഓർമ്മ കുറച്ചു മുൻപേ നടന്ന സംഭവത്തിലേക്ക് പോയി. പതിയെ ഫ്രിഡ്ജ് തുറന്ന് ഐസ്ക്രീം പാത്രം എടുത്ത് പോകാൻ നിന്ന അവളെ അവൻ പൊക്കിയെടുത്ത് സ്ലാബിന്റെ പുറത്തേക്ക് ഇരുത്തി. അവൾ ദയനീയമായി അവനെ നോക്കിയതും അവൻ അവളുടെ ഇരുവശത്തും കൈകൾ വെച്ച് അവളെ ലോക്ക് ചെയ്ത് വെച്ചു. നിനക്ക് ജലദോഷമുണ്ടോ? അവൻ പുരുകം പൊക്കി കപട ദേഷ്യത്തോട് ചോദിച്ചു. ഉണ്ട്. എന്താ? അവൾ വിറച്ചുകൊണ്ട് പറഞ്ഞു. നിനക്ക് രാവിലെ എന്താ കഴിക്കാൻ വേണ്ടത്? അവൻ വീണ്ടും ചോദിച്ചു. കഞ്ഞി. അവന്റെ നോട്ടത്തിൽ പേടിച്ച് അവൾ പറഞ്ഞു. നീ ഉപ്പുമാവ് കഴിക്കും. അവൻ അവളെ നോക്കി പറഞ്ഞു. എനിക്ക് വേണ്ട. വേണം, നീ കഴിക്കും. എനിക്ക് കഞ്ഞി മതി. അവൾ വീണ്ടും പറഞ്ഞു. എന്നിട്ട് എന്തിനാടി? ഞാൻ രാവിലെ നിന്നോട് ചോദിച്ചതാണോ രാവിലത്തേക്ക് എന്ത് വേണോന്ന്? അപ്പം നീ ഉപ്പുമാവ് വേണോന്ന് പറഞ്ഞു. നിനക്ക് വേണ്ടി ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കി. ഇപ്പം നീ പറയാ കഞ്ഞി വേണോന്ന്. ഇനി ഞാൻ കഞ്ഞി ഉണ്ടാക്കുമ്പോൾ നീ അടുത്തത് വേണോന്ന് പറയും. അതുപോലെ ഉച്ചയ്ക്ക് ചോറിന്റെ കാര്യം പറയുമ്പോൾ നിനക്ക് ബിരിയാണി വേണോന്ന് പറയാനല്ലേ? അവൻ ചോദിച്ചതും അവൾ ഞെട്ടിപ്പോയി. പിന്നെ സംശയത്തോടെ അവനെ നോക്കി. നീ എന്താടി കരുതിയത്? ഞാൻ വെറും മണ്ടനാണെന്നോ? നീ പറയുന്നത് എന്ത് ഞാനങ്ങ് കണ്ണടച്ച് വിശ്വസിക്കുമെന്നോ? വയ്യാതെയായപ്പോൾ കുറച്ച് സ്നേഹം കാണിച്ചു എന്ന് കരുതി എന്നെ വെറും ഒരു കഴുതയാക്കാന്ന് നീ കരുതിയോ? അവൻ ദേഷ്യത്തോട് ചോദിച്ചതും അവൾ ഒന്നും മിണ്ടാതെ തലകുനിച്ചു. അവൻ അവളുടെ കയ്യിൽ നിന്നും ഐസ്ക്രീം ബലമായിട്ട് പിടിച്ചു വാങ്ങി. അതുകൊണ്ട് അവൾ ഞെട്ടി കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി. അവൻ അതിന്റെ അടപ്പ് തുറന്നു. പിന്നെ അവളെ ഒന്ന് നോക്കി. അവളാണെങ്കിൽ അവൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കി ഇരിക്കുകയായിരുന്നു. അവൻ അതിൽ നിന്നും ഐസ്ക്രീം കൈകളിലെടുത്തു. അവൾ സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. സാധാരണ സ്പൂണിലല്ലേ ഐസ്ക്രീം എടുക്കുന്നത്, ഇവനെന്താ കൈകളിൽ എടുക്കുന്നത് എന്നുള്ള സംശയമായിരുന്നു അവൾക്ക്. അവൻ കൈകളിലെടുത്ത ഐസ്ക്രീം അവളുടെ കഴുത്തിലേക്ക് തേച്ചു കൊടുത്തു. അതറിഞ്ഞ് അവൾ ഞെട്ടിക്കൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കിയതും മറുകൈകൊണ്ട് അവളുടെ ഇടുപ്പിൽ ചുറ്റി അവൻ അവളെ അവന്റെ ശരീരത്തിലേക്ക് അടുപ്പിച്ച് പിടിച്ചുകൊണ്ട് അവളുടെ കഴുത്തിൽ നുണഞ്ഞു. അവളുടെ ശരീരത്തിന്റെ വിയർപ്പിന് ഒപ്പം അലിഞ്ഞു ചേർന്ന ഐസ്ക്രീം അവന്റെ ഉമിനീരിൽ അലിഞ്ഞിറങ്ങി തുടങ്ങി. അവൾ കൈകൾ രണ്ടും അവന്റെ ഷർട്ടിൽ അമർത്തിപ്പിടിച്ചു. അവൻ അവളെ ചുംബിച്ചു. പതിയെ അവൾ അതിൽ ലയിച്ച് കണ്ണുകളെ കൂമ്പിയടച്ചു. കൈകൾ അവന്റെ ഷർട്ടിൽ പിടിമുറുക്കി. ഈ കാഴ്ചയാണ് മിത്ര കണ്ടുകൊണ്ടുവരുന്നത്. അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു. ആവേശത്തോടെ തന്റെ ചുണ്ടുകൾ സ്വന്തമാക്കുന്നവനെ കണ്ട് അവനെ എതിർക്കാൻ പോലും പറ്റാത്തതുപോലെ അവൾ ക്ഷീണിച്ചു പോയിരുന്നു. ഏറെ നേരം അവളുടെ ചുണ്ടുകളെയും നാവുകളെയും ചുംബിച്ചുണർത്തിയ അവൻ അവൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നിയതും പതിയെ ചുംബനം അവസാനിപ്പിച്ചു. അവളുടെ കീഴ്ചുണ്ടിനെ ഒന്നുകൂടി കടിച്ചു നുണഞ്ഞു വിട്ടുകൊണ്ട് അവൻ അവളിൽ നിന്നും പിന്മാറി. അവനെ നോക്കാതെ കുനിഞ്ഞിരിക്കുകയായിരുന്നു അവൾ. അത് കണ്ട് അവളെ കുസൃതിയോടെ ഒന്ന് നോക്കിയതിനു ശേഷം അവൻ ഒന്നും അറിയാത്തതുപോലെ തിരികെ പണിയിലേക്ക് തിരിഞ്ഞു. നിനക്ക് വിശക്കുന്നുണ്ടോ? അവളെ നോക്കാതെ തന്നെ അവൻ ചോദിച്ചു. എന്നാൽ അവൾ അതിന് ഉത്തരം ഒന്നും തന്നെ പറഞ്ഞില്ല. സേറ. അവൾ നോക്കാഞ്ഞതും അവൻ വീണ്ടും വിളിച്ചു. എനിക്ക് വിശപ്പില്ല. അവൾ കുനിഞ്ഞിരുന്നോണ്ട് പറഞ്ഞു. എൻ്റെ വിശപ്പ് മാറി. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ തലയുയർത്തി അവനെ നോക്കി. അവൻ അവളെ നോക്കി മീശ പിരിച്ചുകൊണ്ട് പുരികം പോക്കി. അവൾ ഷോൾഡറിൽ നിന്നും മാറിക്കിടന്ന ഡ്രസ്സ് നേരെ പിടിച്ചിട്ടു. പിന്നെ സ്ലാബിൽ നിന്നും ഇറങ്ങി അവനെ നോക്കാതെ നടന്നു. പോകുന്നതിന് മുൻപ് ഐസ്ക്രീം ടീന് താഴേക്കിടാനും അവൾ മറന്നില്ല. ടിന്നു വീഴുന്ന സൗണ്ട് കേട്ടതും അവൻ തിരിഞ്ഞു നോക്കി. അവൾ വെട്ടിത്തിരിഞ്ഞ അടുക്കളയിൽ നിന്നും മുറിയിലേക്ക് നടന്നു. അതുകണ്ട് ചിരിച്ചുകൊണ്ട് അവൻ ടിന്നെടുത്ത് സ്ലാബിലേക്ക് വെച്ചിട്ട് വീണ്ടും ജോലിയിലേക്ക് തിരിഞ്ഞു. നിമിഷങ്ങൾക്ക് മുൻപ് നടന്നത് ഓർക്കവേ അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. അവളെ കഴിക്കാൻ വിളിക്കാൻ ചെന്നപ്പോഴാണ് അവൾ മിത്രയോട് സംസാരിക്കുന്നത് കേട്ടത്. അതിനിടയിൽ തൻ്റെ കാര്യം പറയുന്നത് കേട്ടതും അതെന്താണെന്ന് അറിയാൻ നിന്നതാണ്. അപ്പോഴാണ് അവളുടെ അടവും മനസ്സിലിരിപ്പും ഒക്കെ അറിഞ്ഞത്. അപ്പോൾ ദേഷ്യമാണ് വന്നതെങ്കിലും പിന്നെ അവൾക്കിട്ടൊരു പണി കൊടുക്കാമെന്ന് ചിന്തിച്ചപ്പോൾ ഇപ്പം ചെന്ന് ദേഷ്യപ്പെടേണ്ട എന്ന് കരുതിയാണ് തിരികെ അടുക്കളയിലേക്ക് വന്നത്. കുറച്ചു കഴിഞ്ഞതും പെണ്ണ് അടവുമായിട്ട് വരുന്നത് കണ്ടു. എവിടെ വരെ പോകുമെന്ന് അറിയാനാ അറിയാത്തതുപോലെ മിണ്ടാതെ നിന്നത്.
തുറക്കുന്ന സൗണ്ട് കേട്ടപ്പോൾ മനസ്സിലായി ഐസ്ക്രീം ടിൻ എടുക്കാനാണ് അവളുടെ വരവെന്ന്. അപ്പോൾ തോന്നിയ കുസൃതിക്ക് അങ്ങനെയൊക്കെ ചെയ്തത്. ഹോ, അവസാനം പെണ്ണിൻ്റെ ചുവന്ന് വീർപ്പിച്ച മുഖം കണ്ടപ്പോൾ ആ കവിളുകൾ രണ്ടും കടിച്ചെടുക്കാനാ തോന്നിയത്. പക്ഷെ അതിനു മുൻപ് എന്നോടുള്ള ദേഷ്യം മുഴുവൻ ഐസ്ക്രീം ടിന്നിൽ കാണിച്ചിട്ട് പെണ്ണ് പോയി. സാരമില്ല, രാത്രിയിൽ എടുത്തോളാം. അതൊക്കെ ഓർത്തതും അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞിരുന്നു. അവൾ ദേഹം കഴുകിയിട്ട് ഇറങ്ങിയതും മിത്ര കാലിന്മേൽ കാലൊക്കെ വെച്ച് ബെഡിലിരുന്ന് ഫോൺ നോക്കിയായിരുന്നു. ആരുടെയോ ഫോട്ടോ കാര്യമായി സൂം ചെയ്ത് നോക്കുന്നുണ്ട്. മിത്ര, സേറ അവളെ വിളിച്ചു. എവിടെ? അതൊന്നും കേൾക്കുന്നത് കൂടിയില്ല കക്ഷി. എന്തോ ഫോണിൽ നോക്കുന്ന തിരക്കിലാണവൾ. അത് കണ്ട് സേറ ഒന്ന് നെറ്റിച്ചുളിച്ചു. ഇവളെന്താ ഇത്ര കാര്യമായിട്ട് നോക്കുന്നതെന്നുള്ള സംശയത്തിലായിരുന്നു സേറ. താൻ കുളിച്ചിട്ടിറങ്ങിയിട്ടും ഫോണിൽ നിന്നും മുഖമുയർത്തി നോക്കാതെ അതിലേക്ക് തന്നെ കണ്ണും നട്ട് നോക്കിയിരിക്കുന്ന മിത്രയെ സംശയത്തോടെ നോക്കിക്കൊണ്ട് സേറ അവളുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിച്ച് അവൾ ഫോണിലേക്ക് നോക്കി. ഗിരിയേട്ടൻ ഒരു വെള്ളമുണ്ടും കറുത്ത ഷർട്ടുമിട്ട് കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് ഒരു കാല് കാറിന്റെ ബോണറ്റിൽ ചാരി നിൽക്കുന്ന ഗിരിയുടെ ഫോട്ടോയായിരുന്നു അത്. സേറ, ഫോൺ ഇങ്ങത്താ. മിത്ര കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് സേറയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ അവൾ ഫോൺ എടുത്ത് ബാക്കിലേക്ക് മാറ്റിപ്പിടിച്ചു. എന്താ ഇത്? അവൾ ഫോൺ ബാക്കിലേക്ക് മാറ്റിപ്പിടിച്ചുകൊണ്ട് പുരികം പൊക്കി മിത്രയോട് ചോദിച്ചു. ഒന്നുമില്ലടി, ഞാൻ വെറുതെ. മിത്ര പറഞ്ഞു. വെറുതെയോ? വെറുതെ നീ അങ്ങേരുടെ അക്കൗണ്ട് എടുത്ത് നോക്കില്ലല്ലോ. എടി, നീ അങ്ങേരെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം എത്ര വർഷമായി? ഇതുവരെ അങ്ങേര് നിന്നെ തിരികെ ഫോളോ ചെയ്തിട്ടുണ്ടോ? എന്നിട്ട് എന്ത് മുതലാ മോൾക്ക് ഈ അക്കൗണ്ട് നിരീക്ഷണമൊക്കെ തുടങ്ങിയത്? സേറ പുരികം പൊക്കി അവളോട് ചോദിച്ചു. അത് കേട്ട് മിത്ര തല താഴ്ത്തി. മിത്ര, ഞാൻ നിന്നോടാ ചോദിക്കുന്നത്. എന്താ നിന്റെ മനസ്സിൽ? നിനക്ക് ഗിരിയേട്ടനോട് എന്താ ഉള്ളത്? അവൾ സംശയത്തോട് ചോദിച്ചു. അറിയില്ല, എനിക്ക് അറിയില്ല സേറ. ഗിരിയേട്ടനോട് തോന്നുന്ന ഫീലിങ്സ്, ഗിരിയേട്ടന് അടുത്ത് വന്ന് നിൽക്കുമ്പോൾ തോന്നുന്ന ആ നെഞ്ചിടിപ്പ്, വിറയൽ, അതൊക്കെ എന്തിനാണെന്ന് എനിക്കറിയില്ല. എനിക്കറിയാലോ, സ്കൂളിലും പിന്നെ കോളേജിലും എനിക്ക് എത്ര പ്രപ്പോസൽ വന്നതാണെന്ന്. ആ വിനയ് ഇപ്പോഴും എൻ്റെ പുറകിലാ. സ്കൂൾ മുതൽ ഇപ്പോൾ കോളേജ് വരെയും അവൻ എൻ്റെ പിറകെ തന്നെയാ. എന്നിട്ട് എനിക്ക് ഇതുവരെ അവനോട് പോലും അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഗിരിയേട്ടൻ എന്നോട് അങ്ങനെ മിണ്ടിയിട്ടില്ല, പിറകെ നടന്നിട്ടില്ല, എന്നൊന്ന് സ്നേഹത്തോടെ നോക്കിയിട്ട് കൂടിയില്ല. എന്നിട്ടും ഗിരിയേട്ടനോട് ആ ഫീലിങ്സ് തോന്നുന്നത് അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മിത്ര വിഷമത്തോടെ പറഞ്ഞു. നിനക്ക് ഗിരിയേട്ടനെ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ നീ തുറന്നു പറയും മിത്ര. ഗിരിയേട്ടനെ വേറെ അങ്ങനെ ഒരു ഇഷ്ടമുള്ളതായിട്ടൊന്നും നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. പിന്നെ അങ്ങനെയൊന്നും ഉണ്ടായിരിക്കില്ല. പിന്നെ നിനക്ക് ധൈര്യമായിട്ട് തുറന്നു പറയാലോ. പിന്നെ ക്രിസ്റ്റിച്ചായൻ്റെ പ്രായമല്ലേ ഗിരിയേട്ടനും. അപ്പം എന്തായാലും നല്ല ഏജ് ഉണ്ടാകും. നീ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് ലാസ്റ്റ് വേറെ വല്ല പെൺപിള്ളേരെയും കെട്ടി അങ്ങേര് പോകും. അറിയാലോ, ഗിരിയേട്ടനെ അമ്മയെന്ന് പറഞ്ഞാൽ ജീവനാ. ഏതെങ്കിലും ആലോചന വന്ന് അവളെ കെട്ടാൻ അമ്മ പറഞ്ഞാൽ ഗിരിയേട്ടൻ അവളെ അങ്ങ് കെട്ടും. അതുകൊണ്ട് നിനക്ക് അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതെ തുറന്നു പറയും. സേറ അവളെ നോക്കി പറഞ്ഞു. പക്ഷെ ഞാനത് പറയുമ്പോൾ ഗിരിയേട്ടൻ എങ്ങനെയാണ് പ്രതികരിക്കാൻ പോകുന്നതെന്ന് എനിക്ക് അറിയില്ലല്ലോ സേറ. എന്നോട് ദേഷ്യപ്പെട്ടെങ്കിലോ? അവൾ നഖം കടിച്ചുകൊണ്ട് പേടിയോടെ പറഞ്ഞു. അതിപ്പോൾ പറയാൻ പറ്റില്ല. ദേഷ്യപ്പെടുവാണെങ്കിൽ നീ വിട്ടേക്ക്. പറഞ്ഞില്ല എന്നുള്ളൊരു വിഷമം നിനക്ക് നാളെ തോന്നാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിന്റെ മനസ്സിലുള്ളതൊന്ന് പറഞ്ഞു നോക്ക്. ഗിരിയേട്ടന് തിരികെ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ നീ അതങ്ങ് വിട്ട് കളഞ്ഞേക്കണം. ജസ്റ്റ് ഒന്ന് ശ്രമിച്ചു നോക്കാലോ. സേറ അവളെ നോക്കി പറഞ്ഞത് മിത്രയ്ക്ക് അത് ശരിയാണെന്ന് തോന്നി. അവൾ അവനോട് തൻ്റെ ഇഷ്ടം എന്തെങ്കിലും അവസരം കിട്ടുമ്പോൾ തുറന്ന് പറയാൻ തന്നെ തീരുമാനിച്ചു. സമയം കടന്നുപോയി. മിത്ര കുറച്ചു നേരം കൂടി അവളുടെ ഒപ്പം ഇരുന്നിട്ട് പോകാനും തീരുമാനിച്ചു. എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ സേറ, ഉച്ചയായില്ലേ, അമ്മ ഇപ്പോൾ വിളി തുടങ്ങും. മിത്ര അവളെ നോക്കി പറഞ്ഞു. ഫുഡ് കഴിച്ചിട്ട് പോകാടി. സേറ പറഞ്ഞു. വേണ്ടടാ, ഞാൻ പോവാ, ഇടയ്ക്ക് വരാം. മിത്ര പറഞ്ഞത് സേറ തലയാട്ടി. അവൾ മിത്രയോടൊപ്പം ഹാളിലേക്ക് നടന്നു. അവർ ഹാളിലേക്ക് ചെന്നതും ക്രിസ്റ്റി അവർക്കുള്ള ഫുഡ് ഡൈനിങ് ടേബിളിൽ എടുത്തു വെക്കുന്ന തിരക്കിലായിരുന്നു. ചേട്ടൻ, ഞാൻ ഇറങ്ങുവാണേ. മിത്ര അവനെ നോക്കി പറഞ്ഞതും അവൻ സംശയത്തോടെ അവളെ നോക്കി. കഴിച്ചിട്ട് പോകാം, നിനക്കും കൂടിയാണ് ഞാൻ ഭക്ഷണം വിളമ്പിയത്. അവൻ അവളെ നോക്കി പറഞ്ഞു. അയ്യോ വേണ്ട ചേട്ടാ, ഞാൻ വീട്ടിൽ പോയിട്ട് കഴിച്ചോളാം. അമ്മ ഇപ്പോൾ വിളിക്കും. കുറേ നേരം ആയില്ലേ ഞാൻ വന്നിട്ട്. നിങ്ങൾ കഴിക്കുക, ഞാൻ പിന്നെ ഒരു ദിവസം വരാം. അവൾ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഫുഡ് എടുത്തത്. നീ ആദ്യമായിട്ട് ഇവിടേക്ക് വന്നതല്ലേ, കഴിച്ചിട്ട് പോ. ക്രിസ്റ്റി വീണ്ടും അവളെ നിർബന്ധിച്ചു. വേണ്ട ചേട്ടാ, ഞാൻ പൊക്കോട്ടെ. അവൾ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് തിരിഞ്ഞു. നീ കഴിച്ചിട്ട് പോയാൽ മതി. പെട്ടെന്ന് പുറകിൽ നിന്നും പരിചിതമായ ഒരു ശബ്ദം കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി. ഹാളിലെ കോമൺ ബാത്റൂമിൽ നിന്നും മുണ്ടിൻ്റെ ഒരു സൈഡ് കൊണ്ട് മുഖം തുടച്ച് ഇറങ്ങി വരികയായിരുന്നു ഗിരി. പെട്ടെന്ന് ഗിരി അവിടെ കണ്ടതും സേറയും മിത്രയും ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. വാ, ഇരിക്കടാ. ക്രിസ്റ്റി അവനെ വിളിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ തലയാട്ടിക്കൊണ്ട് ഡൈനിങ് ടേബിളിൽ ഒരു കസേരയിലേക്ക് ചെന്നിരുന്നു. നിന്നോടിനെ പ്രത്യേകിച്ച് പറയണോ? വന്നിരിക്കടി. അന്തം വിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്ന സേറയെ നോക്കി ക്രിസ്റ്റി ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ ഞെട്ടി കസേരയിലേക്ക് ചെന്നിരുന്നു. മിത്ര. ഗിരി കുറച്ച് കടുപ്പിച്ച് വിളിച്ചതും അവനെ കണ്ട് വായും തുറന്ന് നിന്നിരുന്ന മിത്ര ഞെട്ടി അവനെ നോക്കി. വന്നിരിക്ക്. അവൻ അവളെയും നോക്കി പറഞ്ഞു.
അത് പിന്നെ ഞാൻ അവൾ എന്ത് പറയണമെന്ന് അറിയാതെ കുഴഞ്ഞു. അവനെ ഇത്ര പെട്ടെന്ന് അവിടെ അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. മുറിക്കകത്തിരിക്കുകയായിരുന്നത് കൊണ്ട് അവൻ്റെ വണ്ടിയുടെ സൗണ്ടും കേട്ടിരുന്നില്ല. നിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്തോളാം, കഴിച്ചിട്ട് പോ, വന്നിരിക്കെ, ഗിരി വീണ്ടും പറഞ്ഞു. അവൾ ദയനീയമായി സേറയെ നോക്കി. വന്നിരിക്കടി. സേറയും കൂടി പറഞ്ഞതും അവൾ അവിടേക്ക് ചെന്നിരുന്നു. ക്രിസ്റ്റി സേറയ്ക്ക് ചോറ് വിളമ്പി കൊടുക്കാൻ തുടങ്ങി. മതി മതി, ഞാൻ ഇത്രയൊന്നും കഴിക്കില്ല. അവൻ വീണ്ടും ചോറ് വിളമ്പാൻ പോയതും അവളത് തടഞ്ഞുകൊണ്ട് പറഞ്ഞു. നീ കഴിക്കണം, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. മുഴുവനും കഴിച്ചിട്ട് നീ ഇവിടുന്ന് എഴുന്നേറ്റാൽ മതി. രാവിലെ അടവെടുത്ത് എന്നെ കൊണ്ട് ഉണ്ടാക്കിച്ചതല്ലേ. അവൻ പറഞ്ഞതും അവൾ ദയനീയമായി അവനെ നോക്കി. എന്താ നോക്കുന്നേ? കാര്യം തന്നെയാ പറഞ്ഞത്. വിളമ്പിയത് മുഴുവൻ കഴിച്ചിട്ടേ ഇവിടെ നിന്ന് നീ എഴുന്നേൽക്കാവൂ. അവൻ പറഞ്ഞതും അവൾ ദയനീയമായി അവനെയും അവൻ വിളമ്പിയ ചോറിലേക്കും വീണ്ടും നോക്കി. ഡി, നോക്കിയിരിക്കാതെ കറി വിളമ്പിയിട്ട് ഇങ്ങോട്ടും കൂടി വിളമ്പിത്താ. അവരുടെ രണ്ടുപേരുടെയും സംസാരം കേട്ട് വായും തുറന്നിരിക്കുന്ന മിത്രയെ നോക്കി ഗിരി പറഞ്ഞതും അവൾ യാന്ത്രികമായി അവനെ നോക്കി തലയാട്ടി. പിന്നെ ഓരോ കറിയും എടുത്ത് വിളമ്പാൻ തുടങ്ങി. കുറച്ച് കഴിച്ചു കഴിഞ്ഞതും സേറ ചോറ് വെച്ച് തള്ളാൻ തുടങ്ങി. മുഴുവനും കഴിച്ചിട്ട് നീ എഴുന്നേറ്റാൽ മതി. അവളുടെ രീതികൾ കണ്ട് ക്രിസ്റ്റി അവളെ നോക്കി പറഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. വയറ് നിറഞ്ഞു, സത്യം. എനിക്കിനി വേണ്ട, എൻ്റെ വയറിപ്പോൾ പൊട്ടും. അവൾ വയറ്റിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ വിളമ്പിയത് മുഴുവൻ കഴിച്ചിട്ട് നീ ഇവിടെ നിന്ന് എഴുന്നേറ്റാൽ മതി. ഇല്ലെങ്കിൽ എൻ്റെ തനിക്കുണം നീ കാണും. ഒരൊറ്റ ചോറ് കാണരുത് ആ പാത്രത്തിൽ. അവൻ പറഞ്ഞതും അവൾ പേടിച്ചത് മുഴുവൻ കഴിച്ചു. എല്ലാവരും ചോറ് മുഴുവൻ കഴിച്ചതും ഗിരിയും മിത്രയും അവരോട് യാത്ര പറഞ്ഞിറങ്ങാൻ തുടങ്ങി. വേറെയാണെങ്കിൽ വയറ് നിറഞ്ഞ് ഇപ്പം പൊട്ടുമെന്നുള്ള രീതിയിൽ കുഴഞ്ഞിരിക്കുകയാണ്. ഒരു കൈ വയറ്റിൽ വെച്ചിട്ടുണ്ട്. ഇപ്പം കണ്ട ഗർഭിണിയാണെന്നേ പറയുള്ളൂ. അവളുടെ ഇരിപ്പ് കണ്ട് ക്രിസ്റ്റിക്ക് ചിരി വന്നു. ശരിയടാ, ഇറങ്ങട്ടെ. ഗിരി അവനെ നോക്കി പറഞ്ഞതും മിത്രയും അവളോട് യാത്ര പറഞ്ഞിറങ്ങി. എന്താടി? അവരൊക്കെ പോയതും അവളുടെ നോട്ടം കണ്ട് ക്രിസ്റ്റി കതകടച്ച് ലോക്ക് ചെയ്തിട്ട് മീശ പിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു. അവൻ്റെ നോട്ടവും വരവും കണ്ട് അവൾ സംശയത്തോടെ അവനെ നോക്കി. അവൻ്റെ നോട്ടത്തിൽ അത്ര പന്തിയല്ലെന്ന് മനസ്സിലായ അവൾ പതിയെ അവിടെ നിന്നും എഴുന്നേറ്റ് പോകാനായിട്ട് തുടങ്ങിയതും അവളുടെ കയ്യിൽ അവൻ്റെ പിടി വീണിരുന്നു.